Hello, welcome back. Today, let us gain knowledge in functions. എന്താണ് functions? Functions means it is a block of statements that can be used repeatedly in a program. ഒരു പ്രോഗ്രാമിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ ആക്കി എഴുതും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. എന്ത് ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്ന് എഴുതിയിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എവിടെയാണോ ആവശ്യകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫംഗ്ഷൻ വിൽ നോട്ട് എക്സിക്യൂട്ട് ഇമ്മീഡിയറ്റ്ലി വെൻ എ പേജ് ലോഡ്. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആ പേജ് ഫംഗ്ഷൻ ഒരിക്കലും അപ്പം തന്നെ അത് ലോഡ് ചെയ്ത് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ബൈ എ കോൾ ടു ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കണം എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻസ് മസ്റ്റ് ബി ഡിഫൈൻഡ് ബിഫോർ ദേ ക്യാൻ ബി കോൾഡ്. ഇനി രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഒരു ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല, അതിനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികൾ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് 2 ടൈപ്സ് ആണുള്ളത്. യൂസർ ഡിഫൈൻഡും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും. യൂസർ ഡിഫൈൻ പേര് പോലെ തന്നെ യൂസർ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതാണ്. എപ്പോഴാണ് നമുക്കത് എഴുതി ഉണ്ടാക്കുന്നത്? വെൻ ദ ഡെവലപ്പർ ഓർ പ്രോഗ്രാമർ ഹാസ് ടു എക്സിക്യൂട്ട് ദെയർ ഓൺ ലോജിക് ഓഫ് കോഡ്. അവരവരുടെ ബുദ്ധികൾ അല്ലെങ്കിൽ അവരവരുടെ ലോജിക്ക് നമുക്ക് എഴുതണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് യൂസർ തനിയെ ഒരു ഫംഗ്ഷനെ എഴുതി ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെയാണ് അപ്പോൾ യൂസർക്ക് തനിയെ അത് എഴുതാൻ പറ്റുന്നത് ഒരു ഫംഗ്ഷന്? ദേ ആർ defined using the keyword function and inside the function a set of statements. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടാസ്ക് നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം. ടു എക്സിക്യൂട്ട് ഇറ്റ്, അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ കോൾ എഴുതണം. ഇനി ഫംഗ്ഷൻ കോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? The function call can be made by just simply calling the function like function name. നമ്മളിവിടെ ഫംഗ്ഷൻ കീവേഡിന് ശേഷം നമ്മൾ എഴുതുന്ന പേരെന്താണോ അത് വെച്ച് നമ്മൾ വിളിക്കുക. അപ്പോഴാണ് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുള്ളൂ? ആക്ടിവേറ്റ് ആവുള്ളൂ. ഇത്രയാണ് യൂസർ ഡിഫൈൻ. യൂസർ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറുടെ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നതിനെയാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എഴുതുന്നത് കീവേഡായ ഫംഗ്ഷൻ, പിന്നെ ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ ഉള്ളിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ആക്ടിവേറ്റ് ചെയ്യാൻ എന്താണോ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത് അത് കോൾ ചെയ്യാം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇനി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ലൈബ്രറി ഫംഗ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആയിട്ട് PHP യൂസ് ചെയ്യുന്നത്. ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമ്മുടെ ലാംഗ്വേജിനെ മോർ പവർഫുൾ ആൻഡ് യൂസ്ഫുൾ ആക്കി തരുന്നത്. ഇനി ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ആവശ്യകത വരുന്നത് വെറെവർ റിക്വയർഡ് അവിടെ വെച്ചിട്ട് ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമ്മൾ വിളിച്ചാൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ റിസൾട്ട് അവർ തരും. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്കതിൻ്റെ നോക്കാം. മെനി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, കുറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് കുറച്ച് 3 എണ്ണമാണ് നമ്മളിവിടെ റെഫർ ചെയ്തിട്ടുള്ളൂ. ഡേറ്റ്, ന്യൂമറിക്, സ്ട്രിങ്. ഓഫ് കോഴ്സ് പേരിൽ നിന്നറിയാം, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് തരാൻ വേണ്ടിയിട്ട്, ഡേറ്റിൽ വരുന്ന ഫംഗ്ഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, ന്യൂമറിക് ലോജിക്കൽസിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. സ്ട്രിങ് ഫംഗ്ഷൻസ് വർക്ക് വിത്ത് സ്ട്രിങ്സ്. കുറേ സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ട്. str pose, strncmp, strrev, strl. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് strlen ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ സ്ട്രിങ് എഴുതി കൊടുത്താൽ മതി. ഹലോ എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ HELLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൗണ്ട് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് തരും. 5 ലെറ്റേഴ്സാണ് ഹലോയിൽ വരുന്നത്, അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിൻ്റെ യൂസേജസ്. പിന്നെ പൊസിഷൻ കണ്ടുപിടിക്കുക, ഒരു L ഏത് പൊസിഷനിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഡേറ്റ് ഫംഗ്ഷൻസ് മീൻസ് ഇറ്റ് ഹാസ് എ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാലിറ്റി. എന്താണ്? ഡേറ്റ് നമുക്ക് റിട്രീവ് ചെയ്ത് തരിക എന്നാണ് പറയുന്നത്. ഡേറ്റ് ആൻഡ് ടൈം ഇൻ എ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. നമ്മൾ പല ഫോർമാറ്റിൽ ഡേറ്റ്സ് എഴുതാണ്ട്, ചിലപ്പോൾ 1 എന്ന് എഴുതാണ്ട്, ചിലപ്പോൾ ന്യൂമറിക് ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ ഡേറ്റിനെ റിട്രീവ് ചെയ്യുക എന്നുള്ള പർപ്പസാണ് ഡേറ്റ് ഫംഗ്ഷൻസിനുള്ളത്. ന്യൂമറിക് ഫംഗ്ഷൻസ്, ദേ ആർ യൂസ്ഫുൾ ഫോർ ന്യൂമറിക് ഓപ്പറേഷൻസ്. നമുക്ക് നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമറിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് ന്യൂമറിക് ഫോമിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ ബൂളിയൻ ഫോർമാറ്റിൽ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ ഈസ് നമ്പർ
നമ്മൾ ഒരു 5 എന്ന് കൊടുത്ത് ഈസ് നമ്പർ ആണോ ചോദിക്കുക. അപ്പോൾ ഓഫ് കോഴ്സ് 5 ഇസ് എ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്ത് ട്രൂ എന്നുള്ളത് അല്ലെങ്കിൽ 0 1 എന്നുള്ളത് ഫോർമാറ്റിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഇത്രയാണ് നമ്മുടെ ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. റൗണ്ടൊക്കെ നമുക്ക് ഡെസിമൽ പൊസിഷൻ റൗണ്ട് ഓഫ് ചെയ്ത് വരാൻ, അതുപോലെ നമ്പർ ഫോർമാറ്റ് കാണിച്ചു തരാനൊക്കെയാണ്. നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതുന്ന സിൻടാക്സ് ആണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ്, ഫംഗ്ഷന്റെ പേര്, എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്കിവിടെ കോഡിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഫംഗ്ഷൻ നെയിം ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഫംഗ്ഷന്റെ പേര് ലെറ്റർ വെച്ചിട്ടോ അണ്ടർസ്കോർ വെച്ചിട്ടോ എഴുതാനായിട്ട് സാധിക്കാം. പക്ഷെ ഫംഗ്ഷന്റെ പേര് ഒരിക്കലും കേസ് സെൻസിറ്റീവ് അല്ല. ഇനി ഈ ഫംഗ്ഷന്റെ നെയിമിന്റെ കഴിഞ്ഞ് ഈ പരാന്തസിന്റെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതിനെയാണ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് എന്തിനാണത്? നമുക്ക് എക്സ്റ്റേണലി വല്ല ഇൻഫോർമേഷൻസിന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഈ ഫംഗ്ഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആൻ ആർഗ്യുമെന്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വാരിയബിൾ. വാരിയബിൾ എന്തിനു വേണ്ടിയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റ്സും ജസ്റ്റ് ഒരു വാരിയബിൾ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ആർഗ്യുമെന്റ്സ് സ്പെസിഫൈഡ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ നെയിം. ആർഗ്യുമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരിന് ശേഷം ഇൻസൈഡ് ദ പാരാന്തസിസ്. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ജസ്റ്റ് സെപ്പറേറ്റ് ദം വിത്ത് എ കോമ. കോമ ഇട്ടിട്ട് നമുക്ക് ആർഗ്യുമെന്റ്സ് എഴുതി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ കീവേഡ് കൊടുത്തു, മൾ എന്നൊരു ഫംഗ്ഷന്റെ പേര് കൊടുത്തു. ഇതാണ് ആർഗ്യുമെന്റ്സ്. 2 ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, കോമയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർഗ്യുമെന്റ് 2 കൊടുത്തു, ആർഗ്യുമെന്റ് 1 ഇൻറ്റു ആർഗ്യുമെന്റ് 2 എന്നാണ് പറയുന്നത്. പിന്നെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ആർഗ്യുമെന്റിന്റെ വാല്യൂ. ഇത്രയുമാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ള പോർഷൻ. ഇപ്പൊ ഫംഗ്ഷന്റെ പേര്, ആർഗ്യുമെന്റ്സ്, ഇതാണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവില്ല. ഈ ഫംഗ്ഷനെ നമ്മൾ വിളിക്കണം. ഫംഗ്ഷൻ എങ്ങനെയാണ് വിളിക്കുന്നത്? ഫംഗ്ഷൻ കോൾ വെച്ച്. ഫംഗ്ഷൻ കോൾ എങ്ങനെ കൊടുക്കുക? ഫംഗ്ഷന് ശേഷം എഴുതിയിട്ടുള്ള പേര്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വെച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം. 12 3 എന്ന് പറഞ്ഞുള്ള വാല്യൂ ഇതിലേക്ക് എത്താണ്. ആർഗ്യുമെന്റ് 1ലേക്ക് 12, ആർഗ്യുമെന്റ് 2ലേക്ക് 3ലേക്കും പോകുന്നു. അത് ഫംഗ്ഷന്റെ അകത്തേക്ക് കയറി 12 ഇൻറ്റു 3 ചെയ്ത് 36 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് $argue2ൽ കിടക്കുന്നു. റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു അതിന്റെ വാല്യൂ. അപ്പൊ 36 റിട്ടേൺ ചെയ്യണം. അത് നമ്മൾ ഇവിടേക്ക് എത്തും. എവിടെ നിന്നാണ് വിളിച്ചിട്ട് അവിടേക്ക് എത്തും. അപ്പൊ നമ്മൾ വിളിച്ചത് എവിടെ നിന്നാണ്? $result1 എന്ന് പറഞ്ഞ വാരിയബിളിലേക്കാണ്. അപ്പൊ നമ്മുടെ 36 എന്ന് പറഞ്ഞ വാല്യൂ $result1ൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി എക്കോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യും എന്ത് 36 എന്നുള്ളത്. ഇതൊരു വാരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്തു. ഇത് നേരിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഫംഗ്ഷനെ കോൾ ചെയ്തു, മൾ 2 of 3 എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ മൾ ഇതിലേക്ക് പോയി 2ഉം 3ഉം ഇതിലേക്ക് എടുത്തു. 2 ഇൻറ്റു 3 6 വന്നു, റിട്ടേൺ ചെയ്തു 6. അത് നേരെ ഇവിടേക്ക് വന്നു. അപ്പൊ നമ്മുടെ 6 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. എക്കോ 6 എന്നാണ് അർത്ഥം പറഞ്ഞത്. അതായത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക 6 എന്ന് പറഞ്ഞിട്ട്. ഇതൊരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഫംഗ്ഷൻ സ്ക്വയർ ഓഫ് നം എന്ന് പറയുന്നത്. നം എന്ന് പറഞ്ഞ വാരിയബിളിലേക്ക് ആർഗ്യുമെന്റിലേക്ക് 4 എന്ന് പറയുന്ന വാല്യൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇൻറ്റു 4 ചെയ്ത് 16 റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. ഇവിടെ നമുക്ക് ടേക്സ് അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേനെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. അതിലേക്ക് നമ്മളിവിടെ പാസ് ചെയ്യുന്നത് അറേയാണ്. ഇപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സും നമുക്ക് പാസ് ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് ഈ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ അറേ ഓഫ് 1 2 എന്ന് പറഞ്ഞ് പാസ് ചെയ്യാം. അത് ഇൻപുട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ $input എന്ന് പറഞ്ഞ വാരിയബിളിലേക്ക് നമ്മൾ ഓരോ ഇൻഡെക്സ് വഴി അതിലുള്ള വാല്യൂസ് എടുക്കണം. അറേ വെച്ച് എത്ര വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ $input of 0, $input of 1, $input of 2. ഇപ്പം ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് 0യും ഫസ്റ്റ് ഇൻഡെക്സും മാത്രം ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ $input of 0ൽ എത്തിയിട്ടുണ്ടായിരിക്കും. $input of 1ൽ 2 ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ആഡ് ചെയ്യാൻ പറയുന്നത്. $input of 0ൽ 1ഉം $input of 1ൽ 2 ഉണ്ട്. അപ്പോൾ 1 + 2 എന്നുള്ളത് 3 എന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നമ്മളോട് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? $input of 0 + $input of 1 = ഇത് അങ്ങനെ തന്നെ എഴുതി വരും വെബ് ബ്രൗസറിൽ. ഈക്വൽ ടു കഴിഞ്ഞതിന് ശേഷം 1 + 2 എന്നുള്ള വാല്യൂ 3 നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നു. വൈ വി ആർ യൂസിങ് ഫങ്ഷൻസ് ഇൻ PHP. എന്തുകൊണ്ടാണ് PHPയിൽ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ്. ഒന്ന് റീയൂസിബിലിറ്റി, പിന്നെ ഒന്ന് ഈസിയർ എറർ ഡിറ്റക്ഷൻ, പിന്നെ ഒന്ന് ഈസിലി മെയിൻറ്റെയിൻഡ്. റീയൂസിബിലിറ്റി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ റിപ്പീറ്റേഷൻ ടാസ്കിനെ ഒഴിവാക്കുന്നു. റീയൂസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എ ഫംഗ്ഷൻ ഈസ് യൂസ് ടു റെഡ്യൂസ് ദ ലൈൻസ് ഓഫ് കോഡ് ടു ബി റിട്ടൺ മൾട്ടിപ്പിൾ ടൈംസ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതേണ്ട കോഡുകളെ ഇല്ലാതാക്കുകയാണ് ഫംഗ്ഷൻ വഴി ചെയ്യുന്നത്. അതുവഴി നമുക്ക് നമ്മുടെ ടൈം അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. If a common code has to be used in multiple areas, then we can simply contain it in a function, call it wherever and whenever required. ഒരേ കാര്യം തന്നെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യണം എന്ന ആവശ്യകത വരുവാണെങ്കിൽ നമുക്കത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എഴുതി എവിടെയൊക്കെയാണോ ആവശ്യകത വരുന്നത് അവിടെയൊക്കെ നമുക്ക് ആ ഫംഗ്ഷൻ കോൾ വെച്ച് നമുക്ക് വിളിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏരിയാസ് കണ്ടിട്ട് വരും, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയർ ഒക്കെ കണ്ടുവരും. അപ്പം 2 ആർഗ്യുമെന്റ്സ് ഉള്ളത് നമുക്ക് എവിടെയൊക്കെയാണോ ആ ഏരിയാസ് കണ്ടുപിടിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ നമുക്ക് കാണാൻ വേണ്ടി. അപ്പം അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ സ്ക്വയറിൻ്റെ ആയാലും റെക്റ്റാങ്കിളിൻ്റെ ആയാലും നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ എഴുതി അവിടെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ റിപ്പീറ്റേഷൻ ടാസ്ക് അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നതിന് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഫംഗ്ഷൻ എഴുതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കാണോ ആവശ്യം അത്രയും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ എഴുതണം. അപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ ലെങ്ത് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈസിയർ എറർ ഡിറ്റക്ഷൻ. പെട്ടെന്ന് തന്നെ എറർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോഡ് ഈസ് നോട്ട് റിട്ടൺ ആസ് ബൾക്ക് ബട്ട് സ്പ്ലിറ്റ് ഓർ ഡിവൈഡഡ് ഇൻ ടു ഫംഗ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ എഴുതുമ്പോൾ കുഞ്ഞു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. എറർ ഒക്കേർഡ് ഇഫ് എനി ക്യാൻ ബി ഈസിലി ഡിറ്റക്ട്. പെട്ടെന്ന് തന്നെ എവിടെയാണ് എറർ ഒക്കർ ചെയ്തതെന്ന് നമുക്ക് ആ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇന്ന ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലെ 4-5 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ എറർ ക്യാൻ ബി ഫിക്സ്ഡ് ഫാസ്റ്റ് ആൻഡ് ഈസിലി റിക്കവേർഡ്. എററിനെ കണ്ടുപിടിക്കാനും പെട്ടെന്ന് സാധിക്കുന്നു, അങ്ങനെ അതിനെ റിസോൾവ് ചെയ്യാനും സാധിക്കുന്നു. അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈസിലി മെയിൻറ്റെയിൻഡ്. മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇഫ് എനി ഫംഗ്ഷൻ ഓർ എനി ലൈൻസ് ഓഫ് കോഡ് നീഡ്സ് ടു ബി ചേഞ്ച്. ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ്റെ അകത്തോ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ചേഞ്ച് ചെയ്യുക. അത് റിഫ്ലക്റ്റ് ചെയ്യും. എവിടെയൊക്കെയാണോ വിളിക്കേണ്ടത് അവിടെയൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമുക്കൊരു 1000 സ്ഥലത്ത് നമ്മൾ ആ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 8 സ്ഥലങ്ങളിൽ ചേഞ്ചസ് വരുത്താൻ മതി, 1000 സ്ഥലത്ത് അത് റിഫ്ലക്റ്റ് ആവും എന്നാണ് പറയുന്നത്. We can change it easily in the function and the change will be reflected. Hence it is easy to maintain anywhere. എവിടെ വെച്ചും നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ്. ഫംഗ്ഷൻ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ഫംഗ്ഷൻ കീവേഡിൽ എഴുതുന്നു, ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നു, പിന്നെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു. വാല്യൂസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 2 തരത്തിലുള്ളതാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. ബിൽറ്റ് ഇൻ ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. യൂസർ ഡിഫൈൻഡ് ഒരാളുടെ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അയാൾ തനിയെ എഴുതുന്നതാണ് പറയുന്നത്. ഫംഗ്ഷൻ ഉപയോഗിക്കാനുള്ള സാഹചര്യം എന്നുകൊണ്ട് റീയൂസിബിലിറ്റി, ഈസിയർ എറർ ഡിറ്റക്ഷൻ, ഈസിലി മെയിൻറ്റെയിൻ. ഈ നമ്മുടെ ബെനിഫിറ്റ്സ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഫംഗ്ഷൻസ്. താങ്ക് യു.